ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നൈജീരിയയിലെ എഡോ സ്റ്റേറ്റിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ മൈനർ സെമിനാരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സെമിനാരി വിദ്യാർത്ഥികളെ മോചിപ്പിക്കാൻ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് അക്രമികൾ 3 സെമിനാരി വിദ്യാർത്ഥികളെയും മോചിപ്പിക്കണമെങ്കിൽ ആവശ്യപ്പെടുന്ന പണം നൽകണമെന്നാണ് തട്ടിക്കൊണ്ടുപോയവർ രൂപത അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അക്രമികൾ മോചനദ്രവ്യം ആവശ്യപ്പെട്ട കാര്യം ഓച്ചി ബിഷപ്പ് ഗബ്രിയേൽ ദുനിയ സ്ഥിരീകരിച്ചു. സെമിനാരി വിദ്യാർത്ഥികൾ ഇപ്പോഴും തടവിലാണെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഘവിസ്ഫോടനത്തിനെ തുടർന്ന് ദുരിതത്തിലായ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ സഹായഹസ്തവുമായി കത്തോലിക്ക സഭ. തുനാക്, ജംഗേലി പ്രദേശങ്ങളിൽ അടുത്തിടെയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ ദുരിതബാധിതരായ 210 കുടുംബങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള വിവിധ സംഘടനകൾ അടിയന്തര സഹായം ലഭ്യമാക്കിയിരുന്നു. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച കുടുംബങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് മാനവിക സമിതി ഡയറക്ടർ ഫാദർ ലെനിൻ ഹെൻറി പറഞ്ഞു. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 78ആയി. 5-ാം നൂറ്റാണ്ടിൽ തായ്ബേയിൽ സ്ഥാപിക്കപ്പെട്ട സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന ആക്രമണത്തെ അപലപിച്ച് പ്രാദേശിക ക്രിസ്ത്യൻ നേതാക്കൾ. ആക്രമണം ദേവാലയത്തിനും അതിനടുത്തുള്ള ക്രിസ്ത്യൻ സെമിത്തേരിക്കും കേടുപാടുകൾ വരുത്തിയെന്നും ക്രിസ്ത്യൻ സമൂഹത്തിനെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന്റെ ഭാഗമാണിതെന്ന് കരുതുന്നതായും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് ദേവാലയത്തിനും സെമിത്തേരിക്കും നേരെ ആക്രമണമുണ്ടായത്. ദേവാലയം അഗ്നിക്കിരയാക്കുവാനായിരുന്നു ശ്രമം. പാകിസ്ഥാനിൽ മതനിന്ദ നിയമം ദുരുപയോഗിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ നീതിക്കുവേണ്ടി പോരാട്ടവുമായി വ്യാജ മതനിന്ദ കേസിൽ അകപ്പെട്ട ക്രൈസ്തവർ. രാജ്യത്ത് അന്യായമായി ദൈവദൂഷണ കുറ്റം ചുമത്തി തടവിലാക്കിയിരിക്കുന്നവർക്ക് നീതി ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നുവെന്ന് ഇരകളുടെ കുടുംബങ്ങൾ ആരോപിച്ചു. 12 വർഷമായി വ്യാജ മതനിന്ദ കേസിൽ കുറ്റാരോപിതനായി 2020 വധശിക്ഷ വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന 42-കാരനായ ആസിഫ് പെർവൈസ് എന്ന ക്രൈസ്തവന്റെ കുടുംബമാണ് ദയനീയാവസ്ഥ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അൽബാനോയിലെ പുവർ ക്ലെയേഴ്സിന്റെ അമലോത്ഭവ കൺസെപ്ഷൻ ആശ്രമം സന്ദർശിച്ച് ലിയോ 14 പാപ്പ. കാരാബിനിയേരി സ്റ്റേഷനിലെ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷമാണ് പാപ്പ എല്ലാ ദിവസവും തനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്യസ്തരുമായി കൂടിക്കാഴ്ച നടത്തിയത്. മാർപ്പാപ്പയ്ക്കു വേണ്ടിയും സഭയ്ക്കു വേണ്ടിയും വത്തിക്കാൻ നഗരം മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നതാണ് സെന്റ് ക്ലെയർ സിസ്റ്റേഴ്സിന്റെ പ്രധാന ദൗത്യം. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.